ഹലോ എവരിവൺ. നമ്മളൊരു വാഹനം എടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ചോദ്യമാണ്, ഡീസൽ വേണോ പെട്രോൾ വേണോ? ഇപ്പോൾ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇലക്ട്രിക് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ പവർ ട്രെയിൻ ഏത് എഞ്ചിൻ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അടുത്ത വരുന്നത് പവർ ട്രെയിൻ ആണ്. അതായത് ട്രാൻസ്മിഷൻ മാനുവൽ വേണോ ഓട്ടോമാറ്റിക് വേണോ, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കുറേ നാളുകൾക്ക് മുമ്പ് അതൊരു ലക്ഷറി ഫീച്ചറാണ്. അതായത് പ്രീമിയം ക്ലാസ്സിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫീച്ചറാണ്. ഇപ്പോൾ അതൊരു കൺവീനിയൻസ് ഫീച്ചറായി മാറിക്കഴിഞ്ഞു. നമ്മൾ കുറേ പുറകിലേക്ക് പോയാൽ നമ്മൾ 90s മാരുതി 800 ഒക്കെ ലോഞ്ച് ആയ സമയം 800 ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ ഉണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് വേണോ, ഡീലക്സ് വേണോ, AC ഉള്ളത് വേണോ, AC ഇല്ലാത്തത് വേണോ. അത് കഴിഞ്ഞ് ഇന്ത്യ ലോഞ്ച് ആയപ്പോൾ അടുത്തൊരു ഓപ്ഷൻ വന്ന് പവർ സ്റ്റിയറിംഗ് ഉള്ള വാഹനം വേണോ, പവർ വിൻഡോ ഉള്ള വാഹനം വേണോ. അതൊക്കെ ഓരോ മോഡലായിരുന്നു. ഓരോ മോഡലിന് പവർ വിൻഡോ ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ സെൻട്രൽ ലോക്ക്, അങ്ങനെ അതൊക്കെ ഒരു ഓപ്ഷനായിരുന്നു. ഇപ്പോൾ അതൊക്കെ കൺവീനിയൻസ് ഫീച്ചേഴ്സായി നമുക്ക് എല്ലാവർക്കും അതൊക്കെ ഒരു വാഹനത്തിൽ സ്റ്റാൻഡേർഡായി തന്നെ വരാൻ തുടങ്ങി. അപ്പോൾ ഈ കുറച്ചൊരു 4-5 വർഷങ്ങളായി നമുക്ക് ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാർക്കറ്റിൽ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിറയെ വാഹനം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്. അതായത് AMT ഉണ്ട്, CVT ഉണ്ട്, iMT ഉണ്ട്, നമ്മുടെ DST ഗിയർ ബോക്സ് ഉണ്ട്, ടോർക്ക് കൺവെർട്ടർ റേറ്റ് ഉണ്ട്. 5 ടൈപ്പ് ട്രാൻസ്മിഷൻ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നമ്മൾ ഏത് തിരഞ്ഞെടുക്കും, അതും അടുത്ത കൺഫ്യൂഷൻ. ഇപ്പോൾ എഞ്ചിൻ ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് അടുത്തൊരു കൺഫ്യൂഷൻ, ഏത് ടൈപ്പ് നമ്മളെ ഡ്രൈവിംഗ് പാറ്റേൺ, ഏത് ഗിയർ ബോക്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അത് അടുത്തൊരു നമുക്കിത് 5 ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. കൂടാതെ നമ്മൾ ഇതിൻ്റെ ഫ്യൂച്ചർ കൂടെ ചിന്തിച്ചിട്ട് ഈ ഒരു ട്രാൻസ്മിഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയായിരിക്കും, എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന് നമുക്ക് ട്രാൻസ്മിഷൻ സെറ്റായിട്ട് മാറേണ്ടി വരും, അത് റിപ്പയറബിൾ ആണോ, അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് ഈ ഒരു ഗിയർ ബോക്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് ഗിയർ ബോക്സ് സെലക്ട് ചെയ്യാം, ഏത് ഗിയർ ബോക്സിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും, അതിന് കോസ്റ്റ് എങ്ങനെ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ പരിചയപ്പെടുന്ന ഈ വീഡിയോയിലൂടെ. ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കോമൺ മാൻ ടെക്നോളജി എന്ന് വിളിക്കാവുന്ന AMTയിൽ നിന്ന് തന്നെ തുടങ്ങാം. AMT എന്ന് വെച്ചാൽ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. അതായത് ഒരു മാനുവൽ ട്രാൻസ്മിഷനെ ഓട്ടോമാറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് AMT. അപ്പോൾ ഇതിനെ പല മാനുഫാക്ചേഴ്സും പല പേരിലാണ് വിളിക്കുന്നത്. മാരുതി സുസുക്കി അതിനെ AGS എന്ന് വിളിക്കുന്നു, ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം എന്ന് പറയുന്നു. റെനോൾട്ട് അതിനെ ഈസിയർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നു. ഹ്യുണ്ടായി, മഹീന്ദ്ര, ടാറ്റ എല്ലാ മാനുഫാക്ചേഴ്സ് ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ടെക്നോളജി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാരുതി സുസുക്കിയാണ്. അവർ 2014 സെലിയോറയിലാണ് ഈ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ടെക്നോളജിയാണ്. അതാണ് മാരുതി സുസുക്കി അവർ സ്മാർട്ട് കാറിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വൻ സക്സസ് ആയി മാറി. എല്ലാവർക്കും ഓട്ടോമാറ്റിക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺസെപ്റ്റിലാണ് മാരുതി സുസുക്കി ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നോർമലി നമ്മൾ ക്ലച്ച് എൻഗേജ് ചെയ്യുന്നു, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ രണ്ട് പ്രോസസ്സും ഒരു ആക്ച്വേറ്റർ വെച്ച് ഇത് കൺട്രോൾ ചെയ്യുന്നു. അതായത് ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്റർ ആയിരിക്കും. ക്ലച്ച് നമ്മൾ കാല് വെച്ച് എൻഗേജ് ചെയ്യുന്നതിന് പകരം അത് ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്റർ എൻഗേജ് ചെയ്യുന്നു. അതുപോലെ ഗിയർ നമ്മുടെ സ്പീഡിനനുസരിച്ച് അത് ഒരു ആക്ച്വേറ്റർ കൺട്രോൾ ചെയ്യുന്നു. ഈ രണ്ട് പ്രോസസ്സാണ് ഒരു AMT ഗിയർ ബോക്സിൽ നടക്കുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു AMT യൂണിറ്റ് അവൈലബിൾ ആയിട്ട്, അതായത് മാനുവൽ ഗിയർ ബോക്സിൻ്റെ മുകളിൽ ഒരു AMT യൂണിറ്റ്, ഒരു ബോക്സ് പോലെ യൂണിറ്റാണ്. അതിൽ ഓയിൽ ഫില്ല് ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ബോക്സ് പോലത്തെ ഒരു യൂണിറ്റ് ഈ മാനുവൽ ഗിയർ ബോക്സിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നോർമൽ മാനുവൽ ഗിയർ ബോക്സ് പോലെയാണ്. അപ്പോൾ ഈ AMT യൂണിറ്റ് ഈ വാഹനത്തിൽ നിന്ന് ECUമിൽ നിന്ന് ആവശ്യമുള്ള ഡേറ്റാസ് എടുത്ത് ഏത് ഗിയറാണ് എപ്പോൾ ഷിഫ്റ്റ് ചെയ്യണം അതനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഇതിൽ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കോമൺ പീപ്പിളിന് ഓട്ടോമാറ്റിക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഒരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആണ്. നമുക്ക് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്നത് വലിയ എളുപ്പമാണ്. ക്ലച്ച് യൂസ് ചെയ്ത് കാലിന് വലിയ സ്ട്രെയിൻ ഒന്നും വരുന്നില്ല. അപ്പോൾ വാല്യൂ ഫോർ മണി ആദ്യം പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. നോർമൽ ഓട്ടോമാറ്റിക്സ് എല്ലാം കുറച്ച് മൈലേജ് കുറവുള്ള വാഹനങ്ങളായിരിക്കും. പക്ഷേ AMT ട്രാൻസ്മിഷൻ മൈലേജ് വലിയ കോംപ്രമൈസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഗിയർ വാഹനത്തിൻ്റെ കണക്കിന് ഏത് സമയത്താണ് ഗിയർ ഷിഫ്റ്റ് ആവുന്നത് ആ ഒരു സ്പെസിഫിക് ടൈമിൽ ഗിയർ ഷിഫ്റ്റ് ആവുന്നുള്ളൂ. അപ്പം നല്ല മൈലേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇത് നമുക്ക് മാനുവൽ മോഡൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്ത് ക്ലച്ച് ഇല്ലാതെ തന്നെ മാനുവൽ മോഡൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ അഡ്വാൻറ്റേജസ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഈ വാഹനത്തിൽ ഗിയർ ഷിഫ്റ്റ് ആണെന്ന് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഗിയർ ഷിഫ്റ്റ് ആയിട്ട് ഒരു നമ്മൾ തല പുറകിലോട്ട് പോകുന്ന ഫീല് പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ പുതിയ അഡ്വാൻസ്ഡ് വാഹനങ്ങളിൽ അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്, ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ ഒരു മെയിൻ പ്ലസ് ആണ് നമ്മുടെ ഹിൽ ഹോൾഡ് സിസ്റ്റം. അതായത് നമ്മൾ കയറ്റത്തിലൊക്കെ നിൽക്കുമ്പോൾ വാഹനം പുറകിലോട്ട് പോകാതിരിക്കുക. നമുക്ക് പലർക്ക് ഹാഫ് ക്ലച്ചിൽ വാഹനം എടുക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പ്രശ്നം കാണില്ലെന്ന് വിചാരിക്കും. പക്ഷേ
AMTയിൽ ആ പ്രശ്നമുണ്ട്. നമ്മൾ ക്ലച്ച് താങ്ങുന്നതിന് പകരം നമ്മൾ ബ്രേക്ക് ആക്സിലേറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ച് ഇതെടുക്കേണ്ട ഒരു ഇത് വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് സിസ്റ്റം AMTയിൽ വരുന്നില്ല. അതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്ത് നമുക്ക് ഇതിൻ്റെ മെയിൻ്റനൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ AMT യൂണിറ്റിന് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് എന്ന യൂണിറ്റ് ഏതാണ്ട് 80,000 രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട്. അതിൽ ചൈൽഡ് പാർട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ചെറിയ ചെറിയ പാർട്സ് ആണെങ്കിൽ ചെറിയ പാർട്സ് മാറിയാൽ മതി. അല്ലെങ്കിൽ ഫുൾ യൂണിറ്റ് കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് ആ യൂണിറ്റ് മാറേണ്ടി വരും. അത് 80,000 രൂപ കോസ്റ്റ് വരും. നമ്മൾ കുറേ നാൾ വാഹനം യൂസ് ചെയ്തതിന് ശേഷമാണെങ്കിൽ വാഹനത്തിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ നമുക്കൊരു 3 ലക്ഷം വാല്യൂ ഉള്ള വാഹനത്തിൽ 80,000 രൂപ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു വലിയ കോസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അടുത്ത് വരുന്നത് ഈ നോർമൽ ഒരു ഗിയർ ബോക്സിൽ ഇതിന് ക്ലച്ച് ഫെയിലിയർ വരും. അപ്പോൾ നമുക്ക് ക്ലച്ചൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് AMT. അപ്പോൾ നമുക്ക് അടുത്ത മോഡൽ നമുക്ക് നോക്കാം. ഒരു പരമ്പരാഗത ഓട്ടോമാറ്റിക് എന്ന് നമുക്ക് ടോർക്ക് കൺവെർട്ടർ ATയെ വിളിക്കാം. ടോർക്ക് കൺവെർട്ടർ ആ പേരിൽ തന്നെ ഉണ്ട്. ടോർക്കിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് ടോർക്ക് കൺവെർട്ടർ AT. ഇത് നമ്മൾ വലിയ വാഹനങ്ങളിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് SUVസിലാണ് കൂടുതൽ ഇത് കാണുന്നത്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നോവ ക്രിസ്റ്റ, ഫോർച്യൂണർ, നമ്മുടെ സഫാരി, XUV അങ്ങനെ പല മോഡൽസ് ഈ ടൈപ്പ് ട്രാൻസ്മിഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഓവർ ടോർക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് വരുന്ന 2 പാർട്സാണ്. ഒരു ടോർക്ക് കൺവെർട്ടർ, ഒരു ട്രാൻസ്മിഷനുമാണ്. എഞ്ചിൻ്റെയും ഗിയർ ബോക്സിനെയും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്ന ഈ ടോർക്ക് കൺവെർട്ടറാണ്. ടോർക്ക് കൺവെർട്ടറാണ് എഞ്ചിനിലെ പവർ ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ ടോർക്ക് കൺവെർട്ടറിനുള്ളിൽ ഇമ്പലർ, ടർബൈൻ, സ്റ്റേറ്റർ അങ്ങനെ ഒരുപാട് പാർട്സ് ഉണ്ട്. ഈ ടോർക്ക് കൺവെർട്ടറിൽ ലോക്കപ്പ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ലോക്കപ്പ് ആകുമ്പോൾ എഞ്ചിൻ്റെ സെയിം പവർ ട്രാൻസ്മിഷനിലേക്ക് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ കൂടെ ഈ ടോർക്ക് കൺവെർട്ടർ നടത്തുന്നുണ്ട്. നമ്മൾ ഗിയർ ബോക്സിനുള്ളിലേക്ക് പോകുമ്പോൾ ഗിയർ ബോക്സിനുള്ളിൽ ഒരുപാട് പാർട്സ് ഉണ്ട്. അതായത് പ്ലാനറ്ററി ഗിയർ യൂണിറ്റ് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ക്ലച്ച് ഉണ്ട്, വാൽ ബോഡി ഉണ്ട്, സോളിനോയിഡ്സ് ഉണ്ട്, ഹൈഡ്രോളിക് പമ്പ് ഉണ്ട്. അപ്പോൾ ഈ കുറേ സോളിനോയിഡ്സ് നമ്മളെ ഗിയറിനനുസരിച്ച് കുറേ സോളിനോയിഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സോളിനോയിഡ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ബ്രേക്ക് ക്ലച്ച് എൻഗേജ് ആവുന്നതിനനുസരിച്ച് പ്ലാനറ്ററി ഗിയറിൽ ഓരോ ഗിയർ എൻഗേജ് ആയി ഡിസെൻഗേജ് ആയി അങ്ങനെയാണ് ഇതിൽ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ കോംപ്ലിക്കേറ്റഡ് മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് ഒരു റിലയബിൾ ട്രാൻസ്മിഷനാണ്. കൂടാതെ ഹൈ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ലെസ് വിയർ ആൻഡ് ടിയർ. ഇത് ഫുൾ ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിനകത്താണ് ഇത് വർക്ക് ആവുന്നത്. ഓയിലിനുള്ളിൽ ഫുൾ സിസ്റ്റം ഇമേഴ്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിന് വിയർ ആൻഡ് ടിയർ വളരെ കുറവായിരിക്കും. സ്മൂത്ത് ട്രാൻസ്മിഷനാണ്, റിഫൈൻഡ് ആണ്. കൂടാതെ നമ്മുടെ AMTയും CVT ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറേ കൂടെ റെസ്പോൺസീവ് ആണ്. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത്, അതായത് ഡ്രൈവിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വെഹിക്കിൾ ഫ്രണ്ടിലേക്ക് മൂവ് ആവുന്ന ഒരു ഫീല് നമുക്ക് ടോർക്ക് കൺവെർട്ടർ ATയിൽ കിട്ടുന്നുണ്ട്. അടുത്തതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്യൂൽ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. പവർ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇതൊരു എക്സ്പെൻസീവ് ട്രാൻസ്മിഷനാണ്. നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ ഫോർ എക്സാമ്പിൾ ഇന്നോവ ക്രിസ്റ്റയിൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് നിയർലി 7 lakhs വിലയുണ്ട്. അപ്പോൾ ഇതൊരു എക്സ്പെൻസീവ് ട്രാൻസ്മിഷനാണ്. പിന്നെ പീരിയോഡിക്കലി ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ്, ഫിൽറ്റർ റീപ്ലേസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കുറച്ച് ഫ്ലൂയിഡിൻ്റെ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അടുത്ത് ഇതിൻ്റെ കൺവെർട്ടർ ഓവർ ഹീറ്റിംഗ് എന്നൊരു ഇഷ്യൂ വരുന്നുണ്ട്. അതായത് ഷിഫ്റ്റ് ഷോക്ക്, കുറേ ഓഡിയോ ട്രാൻസ്മിഷനാണെങ്കിൽ ഷിഫ്റ്റ് ഷോക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ടോർക്ക് കൺവെർട്ടർ ATയുടെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ടോർക്ക് കൺവെർട്ടർ AT ഒരു പരമ്പരാഗത AT ആണ്. ഇന്ത്യയിൽ പല മോഡൽസും ടോർക്ക് കൺവെർട്ടർ AT അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കടുത്ത് അടുത്ത മോഡലായ DCTയിലേക്ക് പോകാം. ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. അടുത്ത് നമ്മൾ പോകുന്നത് DCT അഥവാ DSGയിലേക്കാണ്. DCT എന്ന് വെച്ചാൽ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. DSG എന്ന് പറയുമ്പോൾ ഡ്യുവൽ ഷിഫ്റ്റ് ഗിയർ ബോക്സ്. ഈ ടെക്നോളജി ആദ്യമായി ഡെവലപ്പ് ചെയ്യുന്ന പോർഷയാണ്. പോർഷെ 1980 ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു. 2003 വോക്സ്വാഗൻ ആൻഡ് ഓഡി മോഡൽസാണ് ഈ വാഹനം ഈ ടെക്നോളജി പ്രൊഡക്ഷനിൽ വരുന്നത്. അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് ഈ ടെക്നോളജി ജർമ്മൻ ബ്രാൻഡ്സിലാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ മോഡൽസിലും ബാക്കി കൊറിയൻ മോഡൽസും ഒക്കെ ഇത് കാണാൻ സാധിക്കുന്നത്. MG, കിയ, ഹ്യുണ്ടൈ, ടാറ്റ തുടങ്ങിയ എല്ലാ മോഡൽസും ഈ ടെക്നോളജി അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഇത് കുറച്ച് ഫേമസ് ആയത് പോളോയിലാണ്. പോളോ DSG, പോളോ GT TSIയിൽ DSG ഗിയർ ബോക്സ് വരുന്ന മോഡൽസ് ഉണ്ടായിരുന്നു. അതിലാണ് ഇന്ത്യയിൽ ഇത് കുറച്ച് പോപ്പുലർ ആയത്. ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഗിയർ ബോക്സ് ആണ്. ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റിന് പറ്റിയൊരു ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡ്യുവൽ ക്ലച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു 2 ഗിയർ ബോക്സിനെ ഒറ്റ കമ്പാർട്ട്മെൻറ്റിൽ വെച്ചൊരു സെറ്റപ്പാണ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡ്യുവൽ ക്ലച്ച് ഇതിൽ നമ്മുടെ ഒരു ക്ലച്ചിൻ്റെ ബേസിൽ
ഓഡ് ഗിയേഴ്സും ഒരു ക്ലച്ചിൻ്റെ ബേസിൽ ഈവൻ ഗിയേഴ്സുമാണ്. അപ്പോൾ 2 ട്രാൻസ്മിഷൻ ഒരു കേസിൽ അറേഞ്ച് ചെയ്തൊരു സിസ്റ്റമാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയർ ഷിഫ്റ്റായി, അപ്പോൾ അതേ സമയത്ത് തന്നെ നെക്സ്റ്റ് ഗിയർ ബോക്സ് സെക്കൻഡ് ഗിയർ എൻഗേജ് ആയിരിക്കും. അതിൽ ക്ലച്ച് മാത്രം ഡിസെൻഗേജ് ചെയ്ത് എൻഗേജ് ചെയ്യാവുന്ന ടൈമിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഷിഫ്റ്റ് ഡിലേസ് ഒക്കെ വളരെ കുറവായിരിക്കും. ക്വിക്കർ റെസ്പോൺസ് ആയിരിക്കും ഈ ഗിയർ ബോക്സിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് അത് തന്നെ ഫാസ്റ്റർ ആക്സലറേഷൻ, ഈസി ഷിഫ്റ്റ്. മറ്റ് പല ATസിനെ അപേക്ഷിച്ച് ഇത് ക്വിക്കായിട്ട് ഷിഫ്റ്റ് ആവും. നോ ഷിഫ്റ്റ് ഷോക്ക്, ഗുഡ് മൈലേജ്. ഞാൻ പേഴ്സണലി DST ഗിയർ ബോക്സ് ഉള്ള വാഹനം ലോങ് ഡ്രൈവ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ DST ഗിയർ ബോക്സ് ഉള്ള വാഹനം നമ്മളൊരു എക്കോണമി റേഞ്ചിൽ വെച്ച് ഓടിക്കുകയാണെങ്കിൽ ഞാൻ സ്കോഡ ലോറ DST ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ലോറ DST ഒരു 20 കിലോമീറ്ററോളം മൈലേജ് ലഭിക്കും. അതൊരു 60 കിലോമീറ്റർ ആ റേഞ്ച് വെച്ച് നല്ല സ്മൂത്ത് ആക്സലറേഷനിൽ ഓടിച്ച്. പിന്നെ മാനുവൽ മോഡലും പാഡൽ ഷിഫ്റ്റിലും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇത് ഹൈ കോസ്റ്റ് ഗിയർ ബോക്സ് ആണ്. ഈ നേരത്തെ ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങൾ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഇപ്പോഴാണ് ചെറിയ ചെറിയ വാഹനങ്ങൾ ഇത് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. മെയിൻ്റനൻസ് വരും. ഇതിന് ക്ലച്ച് മാറേണ്ടി വരും, ഡ്യുവൽ ക്ലച്ച് മാറേണ്ടി വരും. കൂടാതെ മെക്കട്രോണിക് യൂണിറ്റ് ഉണ്ട്, അത് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഗിയർ ബോക്സ് ഓവറോളിങ് ഇത്രയും നല്ല കോസ്റ്റ്ലി ഉള്ള ഒരു കാര്യമാണ്. ഏതാണ്ട് 1.5 ലക്ഷം കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ മാക്സിമം ഗിയർ ബോക്സ് ഫെയിൽ ആവാറുണ്ട്. അതിന് നിയർലി 3.5 ലാക്സിൻ്റെ മുകളിലൊക്കെ കോസ്റ്റ് വരും ചില വാഹനങ്ങൾക്ക്. ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ, അങ്ങനെ പല കാര്യങ്ങളും ഈ DCT ഗിയർ ബോക്സിലുണ്ട്. പക്ഷേ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മളൊരു ഗിയർ ബോക്സ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഈ DCT ട്രാൻസ്മിഷൻ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാമെന്നുള്ളൊരു മോഡൽ തന്നെയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ CVTയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് CVTയിലേക്കാണ്. CVT എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് തന്നെ പറയുന്നത്. ഇതിലിപ്പോൾ പുതിയൊരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട്. CVTയിൽ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി വന്ന് DCVT എന്നാണ്, ഡയറക്റ്റ് CVT എന്ന് ഒരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ പുതിയ ഇന്നോവ ഹൈക്രോസിൻ്റെ പെട്രോൾ വേർഷനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ CVT ഫസ്റ്റ് യൂസ് ചെയ്തത് CVT ടൈപ്പ് ഫസ്റ്റ് യൂസ് ചെയ്ത തടിമില്ലിലാണ്. അതിൽ അവിടെ പവർ റിഡക്ഷനും പവർ ട്രാൻസ്മിഷനും അങ്ങനെയുള്ള കാര്യത്തിന് ആണ് ആദ്യം ഇത് ഇൻവെൻറ്റ് ചെയ്യുന്നത്. പിന്നെയാണിത് വെഹിക്കിളിലേക്ക് വരുന്നത്. വാഹനങ്ങളിൽ CVTയിൽ 2 പുള്ളി ആൻഡ് ബെൽറ്റ് ടൈപ്പ് മെക്കാനിസമാണ് CVTയിൽ വരുന്നത്. അതിൽ ഒരു പുള്ളി എഞ്ചിനിൽ കണക്ട് ആയിരിക്കും, ഒരു പുള്ളി വീൽസിൽ കണക്ട് ആയിരിക്കും. അതിന് രണ്ടിനെ കണക്ട് ചെയ്യുന്ന ഒരു ബെൽറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പുള്ളീസിൽ ഡിഫറെൻറ്റ് സൈസ് ഓഫ് പുള്ളീസാണ്. സ്പീഡ് അനുസരിച്ച് ഈ ബെൽറ്റ് ഷിഫ്റ്റായി അടുത്ത പുള്ളിയിൽ മാറി നമുക്ക് ആവശ്യമുള്ള സ്പീഡ് ലഭിക്കുന്നു. ഇതാണ് CVTയുടെ മെയിൻ വർക്കിംഗ് പ്രോസസ്സ്. CVT മാക്സിമം നമ്മൾ പെട്രോൾ വാഹനങ്ങളിലാണ് യൂസ് ചെയ്യുന്നത്. CVT ഒരു റിഫൈൻഡ് സ്മൂത്ത് ട്രാൻസ്മിഷനാണ്. അതുകൊണ്ട് നമ്മൾ പെട്രോൾ വാഹനങ്ങളാണ് കൂടുതൽ CVT, ചെറിയ കാറുകളിലാണ് കൂടുതൽ CVT നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DCVT പുതിയ ടെക്നോളജിയാണ്. അതിൽ പവർ ലോസ് CVTയെക്കാളും പവർ ലോസ് വളരെ കുറവായിരിക്കും. പിന്നെ CVTയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ CVTയിൽ ഷിഫ്റ്റ് ഷോക്കൊന്നും വരുന്നില്ല. വളരെ സ്മൂത്ത് ട്രാൻസ്മിഷൻ ആയിരിക്കും. നല്ല ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും. ചെറിയ വാഹനങ്ങൾക്ക് ഇത് അഫോർഡബിൾ ഉള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെറിയ വാഹനങ്ങൾ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ഇതൊക്കെയാണ് CVTയുടെ ഗുണങ്ങളായിട്ട് പറയുന്നത്. ദോഷങ്ങൾ പറയുന്നത് CVTക്ക് ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് വെഹിക്കിൾ ഡ്രൈവ് ചെയ്തവർക്ക് അറിയാൻ സാധിക്കും. CVTക്ക് കോമൺലി പറയുന്ന ഒരു ഇഷ്യൂ ആണ് റബ്ബർ ബാൻഡ് എഫക്റ്റ്. ആക്സലറേഷൻ ഡിലേ CVTക്ക് പറയുന്നുണ്ട്. കൂടാതെ ചില വെഹിക്കിൾസ്, ചില മോഡൽസിൽ CVT റിപ്പയറബിൾ അല്ല. CVTക്ക് എന്തെങ്കിലും ഫെയിലിയർ ചെയ്താൽ യൂണിറ്റ് തന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അത് ഏതാണ്ട് ഒരു 3 ലക്ഷം 3.5 ലക്ഷം കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ കംപ്ലൈൻറ്റ് വരാറില്ല. CVT ചില സീൽഡ് യൂണിറ്റ്സ് ആണ്, റിപ്പയറബിൾ അല്ല, ചൈൽഡ് പാർട്സ് അവൈലബിൾ അല്ല. അപ്പോൾ CVT ഫെയിലിയർ വന്ന് CVT നമുക്ക് റീപ്ലേസ് ചെയ്യാൻ മാർഗമുള്ളൂ, റിപ്പയറബിൾ അല്ല. അപ്പോൾ ഇതാണ് CVTയെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത് നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കായ IMTയിലേക്ക് പോയി, ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. അവസാനമായി എനിക്ക് പറയാനുള്ളത് IMTയെ കുറിച്ചാണ്, അതായത് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. ഈ ട്രാൻസ്മിഷൻ ടെക്നോളജി നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ്റെ AMTയുടെയും ഇടയ്ക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൂടാതെ നമുക്ക് ക്ലച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ വാഹനത്തിൽ ക്ലച്ച് വരുന്നില്ല, ബ്രേക്കും ആക്സിലേറ്റർ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ എപ്പോഴാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയം വരുന്നത് അപ്പോൾ ആ ക്ലച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വെഹിക്കിൾ തന്നെ സെൻസ് ചെയ്ത് ക്ലച്ചിനെ എൻഗേജ് ചെയ്യിക്കുന്നു. അത് നമ്മൾ AMTയിൽ കണ്ട പോലെ ഒരു ആക്ച്വേറ്റർ യൂസ് ചെയ്താണ് ഇതും വർക്കാവുന്നത്. ഹൈഡ്രോളിക് ആക്ച്വേറ്റർ യൂസ് ചെയ്താണ് വർക്കാവുന്നത്. അപ്പോൾ നമുക്ക് ക്ലച്ച് കുറേ കാലം നമ്മളിപ്പോൾ ഒരു വാഹനം കുറേ നാൾ ഉപയോഗിച്ചു, അപ്പോൾ ക്ലച്ച് കുറേ നാൾ കഴിയുമ്പോൾ ഹാർഡാവും. അപ്പോൾ നമുക്ക് ക്ലച്ച് നല്ല എഫേർട്ട് എടുത്ത് ക്ലച്ച് ചവിട്ടേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഇതിൽ ഒഴിവാക്കാൻ നമുക്ക് ലൈഫ് ലോങ് ക്ലച്ച് ചവിട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൽ AMTയെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക്
ഗിയർ നമ്മളെ ഇഷ്ടത്തിന് ഷിഫ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ബ്രേക്ക് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കുക, വണ്ടി മൂവ് ആവും. അത് നമുക്ക് എപ്പോഴാണ് സെക്കൻഡ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് ക്ലച്ച് ചവിട്ടാതെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കും. ഇതൊരു പുതിയ ടെക്നോളജിയാണ്, ഹ്യുണ്ടായി പേറ്റന്റ് ചെയ്ത ടെക്നോളജിയാണ്. അതുകൊണ്ട് ഇത് വേറെ വാഹനങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. ഇതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും നമ്മൾ AMT യൂണിറ്റിനെ പോലെ ഇതിനൊരു IMT യൂണിറ്റ് തന്നെ കാണും. പക്ഷേ AMT പോലെ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് മെക്കാനിസം കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അതിൽ അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ട് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും കാണില്ല. ഒരു സിമ്പിൾ യൂണിറ്റ് മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ എപ്പോഴാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് വെഹിക്കിൾ മനസ്സിലാക്കുന്നത്. അതിന് പ്രത്യേകം സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കാണും. നമ്മൾ ഗിയർ ലിവറിൽ കൈവയ്ക്കുമ്പോഴാണ് എങ്ങനെയാണോ നമ്മൾ ഇൻറ്റൻഷൻ വെഹിക്കിൾ മനസ്സിലാക്കി അപ്പോൾ ക്ലച്ച് എൻഗേജ് ആക്കണമല്ലോ. അത് ആ വെഹിക്കിൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും പലർക്കും അറിയില്ല. ഇത് ഒരു പുതിയ ടെക്നോളജി ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇതിന് മെയിൻ്റനൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ AMTക്കാളും മെയിൻ്റനൻസ് കുറവായിരിക്കും. എന്ന് വെച്ചാൽ വലിയ ആക്ച്വേറ്റേഴ്സ്, ഗിയർ ഷിഫ്റ്റിംഗ് ആക്ച്വേറ്റേഴ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഇതിനുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ടെക്നോളജി. അപ്പോൾ നിങ്ങൾ ഈ 5 ടെക്നോളജി അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി ഒരു ഗിയർ ബോക്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ ഓരോ ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അണ്ടിൽ ബൈ.